മാത്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സ്റ്റാൻഡേർഡ് 6 6ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ കോണുകൾ, ആംഗിൾസ്. അതിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള എക്സസൈസ് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ആ ഒന്നാമത്തെ ചാപ്റ്ററിലുള്ള എല്ലാ പ്രോബ്ലംസും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് കണ്ട് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഇനി കൂടുതൽ ഈ ചാപ്റ്ററിനെ കുറിച്ച് അറിയണമെങ്കിൽ ഇതിന് തൊട്ട് മുമ്പുള്ള സ്റ്റാൻഡേർഡ് 6ന്റെ ഈ കോണുകൾ എന്നതിൻ്റെ തന്നെ ഫുൾ ഡീറ്റെയിൽഡ് ക്ലാസ്സുള്ള വീഡിയോ നമ്മളുടെ മാത്സിലുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ ക്ലാസ് ആരംഭിക്കും. പേജ് 13-ലത്തെ ചോദ്യമാണ് ആദ്യം പരിചയപ്പെടുത്തുന്നത്. ചോദ്യം വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ കുറച്ച് കോണുകൾ, ആംഗിളുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇത് എത്ര ഡിഗ്രി, ഇതിന്റെ അളവ് എത്രയാണ് എന്ന് മനസ്സിലാക്കാനുള്ളതാണ് ആദ്യത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് കോണുകൾ അളവ് കണക്കാക്കുന്നത് എന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. അതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് പ്രൊട്രാക്ടർ. ഇത് നിങ്ങൾ പഠിച്ചു കാണും. പ്രൊട്രാക്ടർ, കോണുമാപിനി എന്നാണ് ഇതിന്റെ പേര്. ഇതില് ഒരു ഭാഗത്ത് 0 തുടങ്ങിയാൽ ഇങ്ങനെ വളഞ്ഞു പോയി ഇവിടെ 90 ഉണ്ടാവും, ഇവിടെ 180 ഉണ്ടാവും. മറ്റൊരു ഭാഗത്ത് താഴെ 0 തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും 90-ലെത്തി 180. ഇടത്തുനിന്നും 0 മുതൽ 180 വരെ, വടത്തു നിന്നും 0 മുതൽ 180 വരെ എവിടെ ഉണ്ടാവും? ഈ പ്രൊട്രാക്ടറിൽ ഉണ്ടാവും. അപ്പൊ 180 വരെയുള്ള ഡിഗ്രിയാണ് നമ്മൾക്ക് ഈ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഈ കോണിന്റെ അളവ് എങ്ങനെയാണ് എടുക്കുക കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത് ശ്രദ്ധിക്കുക. ആദ്യം എന്ത് വെച്ചാൽ പ്രൊട്രാക്ടർ എടുത്തിട്ട് ഈ പ്രൊട്രാക്ടറിൽ നിങ്ങൾക്ക് താഴെ ഒരു വര കാണാൻ പറ്റും. ഈ ബോർഡർ അല്ല, ഈ അടിയിൽ കാണുന്ന ഈ പ്ലാസ്റ്റിക്കിന്റെ അല്ല, അതിന്റെ മേലെ ഒരു വര കാണാൻ പറ്റും. ആ വരയിൽ ഒരു ഭാഗത്ത് 0 മറ്റേ ഭാഗത്ത് 180 ഉണ്ടാവും. ഓക്കെ, ആ വരയാണ് നമുക്ക് വേണ്ടത്. ആ വര എവിടെ വരണം എന്നറിയോ? ഈ വരയുടെ മേലെ വരണം. ഈ വരയുടെ മേലെ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, ഈ സൂര്യനെ പോലെ നമ്മൾ ഇതിനെ കണ്ടാല്, സൂര്യനെ പോലെ കണ്ടാല് ഈ നടുവ് കാണുന്നുണ്ടല്ലോ, സെന്റർ കാണുന്നില്ലേ? ആ സെന്റർ ആണ് ഈ താഴത്തെ വരയുടെ മധ്യത്തിലുള്ള മിഡ് പോയിന്റ് ആണ് ഈ കോർണറിൽ വെക്കേണ്ടത്. അപ്പോ പ്രൊട്രാക്ടർ എങ്ങനെ വെക്കണം? ഈ കോർണറിൽ ഈ പ്രൊട്രാക്ടറിന്റെ സെന്റർ, അതായത് ആ വരയുടെ നടുക്ക് വരുന്ന രീതിയിൽ വെക്കുക. വെച്ചിട്ട് ഈ താഴെ കാണുന്ന കറുത്ത വര നമ്മളുടെ ഈ വരച്ചിട്ടുള്ള വരയുടെ മേലെ വെക്കുക. ഓക്കെ, ഇങ്ങനെ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഒരു അളവ് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഉള്ള ഈ അളവ് എത്ര ഡിഗ്രി ഉണ്ട് നോക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. നോക്കിക്കോ, 50-നും 60-നും ഇടയിലാണ് അത് വരുന്നത്. അപ്പൊ 55 ഡിഗ്രി ആയിരിക്കും ഇവിടുത്തെ കോണ് വരിക. അതായത് ഇവിടെ 50 ഉണ്ട്, ഇവിടെ 60 ഉണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് വരും. ഇങ്ങനെ വരുമ്പം ഏത് അളവാണ് എടുക്കേണ്ടത് വെച്ചാൽ ഈ വര പോകുന്ന 2 അളവ് ഉണ്ടാവും അവിടെ. 50-ന്റെ എടുക്കുക, അപ്പുറം 130 കാണാൻ പറ്റും. അപ്പൊ 130 ആണോ സംശയം വരും പാടില്ല. കാരണം എന്താ? 130 എന്നുള്ള കോൺ എന്താവും? 90 ഡിഗ്രിയിൽ മേലെയുള്ള കോണായിരിക്കും. അപ്പൊ 90 ഡിഗ്രിയുള്ള കോണിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? എൽ എന്ന് പറയുന്ന ഷേപ്പിൽ വരുന്നതാണ്. ഓക്കെ, ആദ്യം ഈ അളവിൽ അളക്കുമ്പോൾ ഇങ്ങനെയാണ് കോണ് വരുന്നത് എങ്കിൽ 90 ഡിഗ്രി. അതിൽ കുനിഞ്ഞിട്ട് വരുന്നതെല്ലാം 90-ൽ കുറവ്. ഓക്കെ, അതേമാതിരി ഇങ്ങോട്ട് വരുന്നതാണെങ്കിൽ 90 ഡിഗ്രി. അതിൽ കുനിഞ്ഞിട്ട് വരുന്നതെല്ലാം 90 ഡിഗ്രിയിൽ കുറവ്. ഇതാണ് നമ്മളുടെ കോണിന്റെ പ്രത്യേകതകൾ. അപ്പൊ നമ്മൾ ഇവിടെ വെക്കുന്ന സമയത്ത് 50-നും 60-നും ഇടയിലുള്ളതാണ് എടുക്കേണ്ടത്, അല്ലാതെ 130-നും 120-നും ഇടയിലുള്ളതല്ല. എന്നിട്ട് അപ്പൊ 50-നും 60-നും ഇടയിൽ വരും എത്ര വരെ? 50-നും 60-നും 55. അപ്പൊ ഈ കോൺ ഇവിടെ ഇങ്ങനെ ഒരു മാർക്ക് ചെയ്തിട്ട് എഴുതുക, 55 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കണക്ക് നമുക്ക് ആയി കഴിഞ്ഞു. ഈ ചിത്രത്തിന്റെ കാര്യം നോക്കാം. ഇതിന്റെ കോണളവ് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ടല്ലോ, ഈ കോണളവ്, ഈ ആംഗിള് കുനിഞ്ഞിട്ടാണ് ഉള്ളത്. എന്നാൽ ഇതോ ചാരിക്കിടക്കുന്ന മാതിരി ഇങ്ങനെ വിടർന്ന് നിൽക്കുകയാണ് അതിനേക്കാളും. അതായത് ഏതിനേക്കാളും വിടർന്ന് നിൽക്കുന്നു? ഇങ്ങനെയുള്ള ഒരു ഇതെത്ര ഡിഗ്രിയാണ് നമ്മൾ പറയാ? 90 ഡിഗ്രി. എല്ലിന്റെ ഷേപ്പിൽ വരുമ്പോൾ അതിനേക്കാൾ ഇത് എത്ര വരുന്നുണ്ട്? ഇങ്ങോട്ട് വിടർന്ന് നിൽക്കുന്നുണ്ട്. ശ്രദ്ധിക്കേ. അപ്പൊ എത്രയാകും? 90-നെക്കാളും വലുതായിട്ടാണ് ഇത് വരിക. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ പ്രൊട്രാക്ടർ, ഈ കോണ് ഇത് കണ്ടുപിടിക്കുക. ഈ മൊന, ആ മൊനേന്റെ മേലെ എവിടെ വെക്കുക? ഈ പ്രൊട്രാക്ടറിന്റെ സെന്റർ ആയിട്ടുള്ള അവിടെ നേരത്തെ പറഞ്ഞ മാതിരി വെക്കുക. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താ? ഈ താഴെ ഈ വര നമ്മുടെ കോണിന്റെ ആംഗിളിന്റെ ഈ ലൈൻ എവിടെ വരണം? പ്രൊട്രാക്ടറിന്റെ ഏറ്റവും താഴെയുള്ള കറുത്ത വരയില്ലേ, അതിന്റെ മുകളിൽ തന്നെ വരയും വേണം. അങ്ങനെ വന്നതിന് ശേഷം നിങ്ങൾ ഇത് നോക്കുക. ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കിക്കേ,
ഇവിടെ നിങ്ങൾക്ക് രണ്ടളവ് കാണാം. ഒന്ന് 40 എന്ന് കാണാൻ പറ്റും, മറ്റേത് 140 എന്നും കാണാൻ പറ്റും. ഒരു ഭാഗത്ത് 40 ഉണ്ട്, ഒരു ഭാഗത്ത് 140 ഉണ്ട്. അപ്പൊ അത് ഏതാണെന്നാ മനസ്സിലാവുക. 40 ആണെങ്കിൽ എന്താ പ്രത്യേകത? അത് 90-ൽ കുറവാണ്. പക്ഷെ നമ്മളുടെ കോൺ എങ്ങനെയാ? 90-ൽ മുകളിലാണുള്ളത്. ചാരിക്കിടക്കുന്നതെല്ലാം 90-ൽ മേലെയാണ്. അപ്പോ ഏതാണ് വരിക? 40 വരില്ല. അപ്പൊ ഏതാ വരിക? 140. ഓക്കെ. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് ആ കോണിന്റെ അളവ് കണ്ടുപിടിക്കാം. 140 കൃത്യമായി പഠിക്കണം. കാരണം എന്താ അറിയോ, ഇത് നിങ്ങൾക്ക് ഉയർന്ന ക്ലാസ്സിലെല്ലാം വേണ്ടുന്നതാ. 7, 8, 9, 10 അങ്ങ് മുകളിലോട്ട് പോകുന്ന എല്ലാ ക്ലാസ്സുകളിലും ഇതേമാതിരിയുള്ള ആംഗിൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കേണ്ട ചോദ്യങ്ങൾ ഉണ്ടാവും. ഓക്കെ. ഇനി അടുത്ത ചോദ്യം ഇതാണ്. അപ്പൊ ഇത് എവിടെ വെക്കും? നേരത്തെ രണ്ടിന്റെ ഇടത്തു ഭാഗത്താണ് വെച്ചത് അല്ലെ? ഇവിടെ എന്താ? ഈ വരയുടെ വലത്തു ഭാഗത്താണ് കോർണറിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കൂളായിട്ട് ഇവിടെ വെക്കുക. സെന്റർ ആ കോർണർ വെക്കുക. അപ്പൊ ഇടത്തെ ലൈനിൽ പ്രൊട്രാക്ടറിന്റെ ഇടതു ഭാഗത്തുള്ള കറുത്ത വരയാണ് നമ്മളുടെ കോണിന്റെ വരയുടെ മേലെ വരിക. അപ്പോ എത്ര ഡിഗ്രി ഉണ്ടെന്ന് കറക്റ്റ് ഒന്ന് നോക്കിയാൽ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അവിടെ കിട്ടുന്നത് കാണാം. രണ്ടളവ് അവിടെ കാണുന്നുണ്ട്. ഒന്ന് എന്താണ്? 60 ഡിഗ്രിയാണ്, മറ്റേത് 120 ഡിഗ്രിയാണ്. അപ്പൊ ഈ 60 ആണോ 120 ആണോ എങ്ങനെ മനസ്സിലാവുക? ഇങ്ങനെയാണ് വരുന്നത് എങ്കിൽ എത്രയാണ്? 90. അപ്പൊ അതിനേക്കാളും കുനിഞ്ഞിട്ടാണ്, കുറച്ച് കുനിഞ്ഞിട്ടല്ലേ നമ്മളിത് ഉള്ളത്, കുറച്ച് കുനിഞ്ഞിട്ടല്ല. അപ്പൊ 90-നെക്കാട്ടി കുറവാ വേണ്ടത്. അപ്പൊ 120 ഒരിക്കലും വരില്ല. അപ്പൊ എത്രയാ വരിക? 60. അപ്പൊ നിങ്ങൾ ഇവിടെ എഴുതുക 60 ഡിഗ്രി. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയാണ്. പ്രധാനപ്പെട്ട കാര്യം 90-നെക്കാട്ടി മുകളിലാണോ നമ്മളുടെ ആംഗിള്, 90-നെക്കാട്ടി കുറവാണോ എന്ന് ഇതിന്റെ വിരിവ് നോക്കിയിട്ട്, ഇതിന്റെ വൈഡൻ ചെയ്യുന്ന അതിന്റെ വലിപ്പം നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റണം. അപ്പൊ ഇവിടെ എത്ര വരിക? ഇവിടെ 60 ഡിഗ്രി. ഇനി ഇത് നോക്കുക. ഇവിടെ എന്താ പ്രത്യേകത? ഇവിടെ താഴോട്ടാണുള്ളത്. അതിന് നമ്മൾക്ക് എന്താ പ്രശ്നം? നമ്മൾ എവിടെയാണ് പ്രൊട്രാക്ടർ വെക്കേണ്ടത്? എവിടെയാ പ്രൊട്രാക്ടർ? നിങ്ങൾ ഇങ്ങനെ വെക്കൂലല്ലോ. ഈ മോഡലിൽ പ്രൊട്രാക്ടർ വെക്കുവോ? ഇല്ല. എന്തുകൊണ്ട്? ഇവിടെ ഈ വരയുടെ മേലെയായി, പക്ഷെ ഇങ്ങോട്ടുള്ള ഈ ഭാഗത്ത് എവിടെയും മേലോട്ട് വരയില്ല. അപ്പൊ പിന്നെ പ്രൊട്രാക്ടർ എങ്ങനെ വെക്കേണ്ടി വരും? താഴോട്ട് ചരിച്ചു വെക്കണം. ശ്രദ്ധിച്ചാൽ സ്കൂളിൽ പറഞ്ഞു കൊടുക്കണം, താഴോട്ട് ചരിച്ചു വെക്കണം. താഴോട്ട് ചരിക്കുമ്പോൾ അതിന്റെ സെന്റർ അവിടെ വെക്കുക. ഈ പ്രൊട്രാക്ടറിലെ ബ്ലാക്ക് ലൈനില്ലേ, അത് നമ്മുടെ ലൈനിന്റെ മേലെ വരണം. ഓക്കെ, മനസ്സിലായില്ലേ? കറുത്ത വര കറക്റ്റ് ആയിട്ട് വരിക. എന്നിട്ട് ഈ വര ഏതിലൂടെ പോകുന്നു നോക്കുക. കൃത്യമായിട്ട് നോക്കിക്കോ. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 130-ലേക്കൂടിയും കാണാൻ പറ്റും, 50-ലേക്കൂടിയും കാണാൻ പറ്റും. ഇനി 130 ആവോ 50 ആവോ എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പൊ എന്താണ് പ്രത്യേകത? ഇതാ ഇങ്ങനെ ഒരു ലൈൻ ഇതേമാതിരിയാണ് വരുന്നതെങ്കിൽ അത് 90 ഡിഗ്രിയാണ്. അപ്പോ ഇതിനെക്കാളും എന്തുണ്ട്? വിടർന്നിട്ട് ഇങ്ങനെയാ ഉള്ളത്. അപ്പൊ 90-നെക്കാട്ടും മേലെയുണ്ടത്. ഇങ്ങനെ വരുമ്പോഴാണ് 90 വരുന്നത്. അതിനെക്കാളും ഉണ്ട്. അപ്പൊ ഏതാണ് ആൻസർ? 50 വരില്ല. അപ്പൊ ഏതാ വരിക? 130 ആണ് വരിക. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. 90 എങ്ങനെയാണ് ആംഗിൾ വരിക, അതിന് മുകളിൽ എങ്ങനെയാണ്, താഴെ എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പ്രൊട്രാക്ടർ വെക്കേണ്ടത് ഞാൻ പറഞ്ഞു, ആംഗിളിന്റെ വെർട്ടെക്സ്, അതായത് വെർട്ടെക്സ് എന്നാണ് പറയാ, അല്ലെങ്കിൽ കോർണർ, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ ശീർഷം, അല്ലെങ്കിൽ മുന എന്നൊക്കെ പറഞ്ഞാലും മതി. അവിടെയാണ് ആര് വെക്കേണ്ടത്? നമ്മുടെ ഇത് വെക്കേണ്ടതിന്റെ സെന്റർ കൃത്യമായിട്ട് വരേണ്ടത്. കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 14 പേജ് 14 ഇതേപോലുള്ള 4 ചിത്രങ്ങൾ നിങ്ങളോട് വരച്ചുണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെ നമുക്ക് വരക്കാൻ കഴിയുന്നതാണ്. അപ്പൊ അതിന്റെ ഒന്നാമത്തെ ചിത്രം ഇതാണ്. ഈ ചിത്രം എന്താണ്? ഷേപ്പ് എന്താ? ഒരു ട്രയാങ്കിൾ ആണ്, ഒരു ത്രികോണമാണ്. ആ ത്രികോണത്തില് താഴെ ഒരു 4 സെന്റിമീറ്റർ നീളം നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആംഗിള് എത്ര? 50 ഡിഗ്രി. നീളം സെന്റിമീറ്റർ എന്ന് പറയുന്നത് പോലെ ആംഗിളിനെ പറയുക ഡിഗ്രിയാണ്. അതിന്റെ മുകളിൽ ചെറിയൊരു 0 ഇട്ടാണ് ഡിഗ്രി എന്ന് വായിക്കുക. ഓക്കെ, അപ്പൊ കോണുകളെല്ലാം ഏതിലായിരിക്കും? ഡിഗ്രിയിലാണ് പറയുക. നീളം സെന്റിമീറ്ററിൽ മീറ്ററിൽ പറയുന്നത് പോലെ. ഓക്കെ, അപ്പൊ ഈ ചിത്രം നമുക്ക് ഒന്നാമത് ഈ ചിത്രം വരക്കാൻ നോക്കാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ഇവിടെ 4 സെന്റിമീറ്റർ ഉണ്ട്, ഇതിൽ 5 ഉണ്ട്, ഇതില് 6 ഉണ്ട്. ഇതില് നമുക്ക് ഇതിന്റെ നീളവും നമുക്ക് തന്നിട്ടുണ്ട്. കൃത്യമായിട്ട് പറയുമ്പം അതിന്റെ നീളം നമുക്ക് 5 തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ നീളം 5 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതിന്റെ നീളം വരക്കുക എന്നുള്ളതാണ്. നീളം വരക്കാൻ ഏതാ ഉപയോഗിക്കുക? നമ്മൾ ഒരു വര വരക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്കെയില്. അപ്പൊ എൻ്റെ കയ്യിൽ ഇപ്പൊ സ്കെയിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ സ്കെയിലിനായിട്ട്
ഇതിലുണ്ടല്ലോ സ്കെയിൽ ഉണ്ടല്ലോ ഇതില്, അതിനെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഓക്കെ, അപ്പൊ 4 സെന്റിമീറ്ററിലാണ് വരക്കേണ്ടത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങൾ സ്കെയിൽ എടുത്തിട്ട് ആ സ്കെയിലില് നിങ്ങൾ 4 സെന്റിമീറ്ററിൽ ഒരു വര വരക്കുക. ഓക്കെ, ഞാൻ ഏകദേശം നിങ്ങൾ കാണേണ്ടത് കൊണ്ടാണ് കുറച്ച് വലുതായിട്ട് വരച്ചത് കേട്ടോ. അല്ലാതെ ഇത് 4 സെന്റിമീറ്റർ അല്ല, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ 4 സെന്റിമീറ്ററിനെ ഇങ്ങനെ വരച്ചത്. ഇങ്ങനെ വരച്ചതിന് ശേഷം അപ്പൊ നിങ്ങൾ കൃത്യമായിട്ടേ വരക്കാൻ പാടുള്ളൂ. നിങ്ങൾ സ്കെയിൽ എടുത്തിട്ട് കൃത്യം 4 സെന്റിമീറ്ററിന് വരക്കണം. എങ്ങനെയാ 4 സെന്റിമീറ്റർ വരക്കുക? അത് നമ്മൾ നേരത്തെയുള്ള മുൻ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ സ്കെയിലിലെ ഏറ്റവും ഇടത്ത് ഭാഗത്ത് മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ചെറിയ വരയുണ്ടാവും. അതായത് ഒന്നിന്റെയും ഇടത്തോട്ട് ചെറിയ കുഞ്ഞു കുഞ്ഞു വരകളുണ്ട്. അതിന്റെ അറ്റം തൊട്ടിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, സ്കെയിലിന്റെ അറ്റമല്ല, നമ്മൾക്ക് തന്നിരിക്കുന്ന അളവുകളിൽ ഏറ്റവും അറ്റം. ചില സ്കെയിലിൽ 0 എന്ന് എഴുതിയിട്ടുണ്ടാവും. ആ 0 മുതലാണ് നമ്മൾ എടുക്കേണ്ടത്, 4 സെന്റിമീറ്റർ എടുക്കേണ്ടത്. എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് എന്താ, പിന്നെ എത്രയാ വേണ്ടത്? 50 ഡിഗ്രിയാണ്. ഡിഗ്രി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എടുക്കേണ്ട ഉപകരണമാണ് ഈ പ്രൊട്രാക്ടർ. അപ്പൊ 50 ഡിഗ്രി ആയില്ലത്. അപ്പൊ എവിടെയാ പ്രൊട്രാക്ടർ വെക്കേണ്ടി വരിക? ഈ ഭാഗത്താണ് പ്രൊട്രാക്ടർ വെച്ചാലാണ് ഈ ആംഗിളാ കിട്ടേണ്ടത്, ഈ കോണാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ ഈ വരയുടെ എവിടെ വെക്കേണ്ടി വരും? ഇവിടെ വെക്കുക. അപ്പൊ ഇതിന്റെ ഈ പ്രൊട്രാക്ടറിന്റെ ഈ സെന്റർ എവിടെ വെക്കുക? ഈ വരയുടെ ഈ ഇടതുഭാഗത്ത് വെക്കുക. നമ്മുടെ പ്രൊട്രാക്ടറിന്റെ കറുത്ത വര അത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മളുടെ വരയുടെ മേലെ കറക്റ്റ് ആയിട്ട് വരിക. എന്നിട്ട് 50 ഡിഗ്രി മാർക്കുക. 50 ഡിഗ്രി 50 നിങ്ങൾ നോക്കിയാൽ 10, 20, 30, 40, 50 എന്ന് പറയുന്ന ഒരു 50 ഡിഗ്രി ഇവിടെ കാണാം. എന്നിട്ട് പ്രൊട്രാക്ടറിന്റെ പുറത്ത് ആ 50 കാണുന്നതിന്റെ തൊട്ട് മുകളിലായിട്ട് അതിന്റെ നേരെ എന്ത് ചെയ്യുക? 50ന്റെ നേരെ പുറത്ത് ഒരു കുത്തിടുക, ഒരു ഡോട്ട് ഇടുക. ഡോട്ട് ഇട്ടിട്ട് ഈ പ്രൊട്രാക്ടർ അങ്ങ് മാറ്റുക. മാറ്റി കഴിഞ്ഞതിന് ശേഷം ശ്രദ്ധിക്കണം, മാറ്റി കഴിഞ്ഞതിന് ശേഷം സ്കെയില് വെക്കുക. സ്കെയില് വെച്ചിട്ട് ഇവിടെ നിങ്ങൾ പെൻസിലിനെ കൊണ്ടൊന്ന് മാർക്ക് ചെയ്യുക, ഇതിന്റെ അറ്റം. എന്നിട്ട് കറക്റ്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ വെക്കുക. സ്കെയിൽ എന്നിട്ട് ഇതും കറക്റ്റ് ആയിട്ട് പെൻസിൽ കൊണ്ട് വെച്ചിട്ട് കറക്റ്റ് വെക്കുക. എന്നിട്ട് രണ്ടും കറക്റ്റ് തന്നെയോ എന്ന് നോക്കുക. 2 പോയിന്റും കറക്റ്റ് തന്നെയോ ആണ് എങ്കിൽ നീട്ടി വരക്കുക. ശ്രദ്ധിക്കണം, ഈ ഇവിടം വരെ എല്ലാം വരക്കണ്ട കേട്ടോ, നീട്ടി വരക്കണം. അത് കുട്ടികൾ ശ്രദ്ധിക്കുക. അത് നീട്ടി വരച്ചു. അപ്പൊ ഇത് എത്ര ഡിഗ്രി? 50 ഡിഗ്രി. ഇനി എവിടെ വെക്കേണ്ടത്? ഇപ്പറുണ്ട് 50 ഡിഗ്രി. അപ്പൊ എന്ത് ചെയ്യാ? പ്രൊട്രാക്ടർ എവിടെ വെക്കുക? ഇവിടെ വെക്കുക. ഇവിടെ വെച്ചിട്ട് ഇതാ സെന്ററിൽ ഇവിടെ വെക്കുക. അപ്പൊ അതിൽ 50 എടുക്കുക. അത് 50 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 90-ൽ കുറവാണ്. 90-ൽ കുറവായതുകൊണ്ട് തന്നെ ഇത് ഇവിടെയാണ് 90 വരിക. 90 ഇവിടെയാ വരിക. അപ്പൊ 90-ൽ കുറവ് ഈ ഭാഗത്താണ് വരേണ്ടത്. അപ്പൊ ഈ ഭാഗത്തുള്ള 50 എവിടെയുള്ളൂ നോക്കിയാൽ 40, 50 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കറക്റ്റ്, ഇവിടെ 50 കാണാൻ പറ്റും. ഇത് മറ്റേ 90 ആണ്. ഇവിടെ കുത്തിടുക. കുത്തിട്ടിട്ട് ആ പ്രൊട്രാക്ടർ അവിടെ നിന്ന് മാറ്റുക. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? ആ രണ്ട് ഈ ഒരു കുത്തും ഈ ഒരു ഡോട്ടും ഇതും തമ്മിൽ സ്കെയില് വെച്ചിട്ട് കൃത്യം യോജിപ്പിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, രണ്ടും വെച്ചിട്ട് ഇവിടെ നിന്ന് ഇവിടത്തേക്ക് കറക്റ്റായി വെക്കുക. കറക്റ്റായി വെച്ചിട്ട് ഇവിടത്തേക്ക് മാത്രമല്ല വരക്കേണ്ടത്, ആ വര നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് വെച്ചിട്ട് നീട്ടിപ്പോവുക. അങ്ങനെ നീട്ടിപ്പോകുമ്പോ ഈ വരകൾ മുട്ടിയ ഒരു ഇതുണ്ടാവും. അപ്പൊ ഈ മേലത്തത് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇനി മേലത്തത് നമ്മൾ റബ്ബറിനെ കൊണ്ട് ഇറാസറിനെ കൊണ്ട് മായ്ച്ചു കളഞ്ഞാല് നമുക്ക് എന്തായി? ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള ഒരു ചിത്രം കിട്ടി. അപ്പൊ 50 ഡിഗ്രി ആയതുകൊണ്ട് 50 ഡിഗ്രി എടുക്കും. അപ്പൊ ഒന്നാമത്തെ കഴിഞ്ഞല്ലോ, ഈസി ആയിട്ട് മനസ്സിലായല്ലോ. രണ്ടാമത്തെ ചിത്രത്തിലേക്ക് പോവാണ്. ഇതാണ് രണ്ടാമത്തെ ചിത്രം. രണ്ടാമത്തെ ചിത്രത്തില് നമുക്ക് എന്ത് വേണം? അപ്പൊ ഒന്നാമത്തെ ചിത്രം നമ്മൾ വരച്ചു. അപ്പൊ അത് കഴിഞ്ഞു. രണ്ടാമത്തെ ചിത്രമാണ് ഇപ്പം വരക്കാൻ പോകുന്നത്. അപ്പൊ അവിടെ നോക്കുക, ആദ്യം സ്കെയില് വെച്ചിട്ട് വരക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ എന്ത് ചെയ്യുക? സ്കെയില് വെക്കുക, 5 സെന്റിമീറ്റർ വരക്കുക. സ്കെയിൽ എടുത്തിട്ട്, സ്കെയിലിൽ നിങ്ങൾക്ക് അറിയാലോ, ഇവിടെ സ്കെയിലിൽ ഒന്നുണ്ട്, അതിന്റെ ഏറ്റവും അറ്റത്തുള്ള പോയിന്റ് അവിടെയുണ്ട് വര. അത് മുതൽ ഞാൻ 5 വരെ ഞാൻ എടുത്തു. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വലുത് വരച്ചു എന്നേലൂ കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വലുതാക്കി വരച്ചു. 5 സെന്റിമീറ്റർ നിങ്ങളെ സ്കെയിലിൽ കറക്റ്റ് 5 വരെ എടുത്തു. പിന്നെ എന്ത് വേണം? 2 ഡിഗ്രികളാണ് തന്നത്, കോണാണ് തന്നത്. അപ്പൊ ഏത് ഉപകരണം എടുക്കേണ്ടത്? ഈ ഉപകരണം. ഇതെടുത്തിട്ട് എവിടെ വെക്കുക? ഇവിടെ എടുത്തിട്ട് ഈ അറ്റത്ത് കറക്റ്റ് വെക്കാൻ ഞാൻ വീണ്ടും ആവർത്തിക്കണ്ടല്ലോ. സെന്ററിൽ വെച്ച് കഴിഞ്ഞു. എന്നിട്ട് 30 ഡിഗ്രിയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെയാണ് 90. അപ്പൊ 90-നെക്കാട്ടി വിരിവ് കുറവാണ്, 30. അപ്പൊ ഈ വലത്തു ഭാഗത്താണ് വരിക.
അപ്പൊ വലത്ത് ഭാഗത്ത് വരുന്ന 30 എവിടെയാ നോക്കുക? 10, 20, 30 ഇവിടെ ഒരു കുത്ത്. ഓക്കെ, അവിടെ കുത്തിട്ടു. പ്രൊട്രാക്ടർ മാറ്റി. ഇനി എന്ത് ചെയ്യണം? സ്കെയിൽ എടുക്കുക. അതേമാതിരി ഇതേ പ്രൊസീജിയർ കൃത്യം മനസ്സിലാക്കുക. ഇവിടെ പെൻസിലിനോട് കുത്തിടുക, ഇവിടെയും പെൻസിലിനോട് കുത്തിടുക. എന്നിട്ട് രണ്ട് കറക്റ്റ് ആയിട്ട് വെക്കുക, കറക്റ്റ് ആയിട്ട് വെക്കുക. എന്നിട്ട് നീട്ടി വരക്കുക, നീട്ടി വരക്കുക. നീട്ടി വരക്കുക പറഞ്ഞാൽ നല്ല കറക്റ്റ് ആയിട്ട് നീട്ടി വരക്കുക. നീട്ടി വരച്ചു. ഓക്കെ, നീട്ടി വരച്ചിട്ട് ഇനി രണ്ടാമത്തത് നോക്കിയാൽ അടുത്ത ഏതായില്ലേ? അപ്പൊ 5 സെന്റിമീറ്റർ വരച്ചു, 30 ഡിഗ്രിയും വരച്ചു. ഇനി അതിൽ വരക്കാൻ ബാക്കി ആരായില്ലേ? 90 ഡിഗ്രി. അപ്പൊ ഇത് ഇവിടെ വെച്ചിട്ടാണ് 90 ഡിഗ്രി വേണ്ടത്. അപ്പൊ 90 ഡിഗ്രി വെക്കാൻ നമ്മൾ ഇതിൽ 90 ഡിഗ്രി ഉണ്ട്. അപ്പൊ സെറ്റ് സ്ക്വയർ ഇവിടെ വെച്ചിട്ട് 90 കണ്ടുപിടിക്കാൻ വിഷമമില്ലല്ലോ, അത് നേരെ മേലെ തന്നെ വരുന്നതാണ്. അതായത് ഇവിടെ 90 ഇവിടെ കാണാം, നേരെ മേലെ. അത് ഇടത്തും വലത്തും ഒന്നും ഉണ്ടാവില്ല, ഒരൊറ്റ 90 നമുക്ക് നേരെ മേലെ കാണാം. അപ്പൊ ആ 90 സ്കെയില് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കറക്റ്റ് മേലോട്ട് നീട്ടി വരക്കുക. അപ്പൊ മറ്റേ വരക്ക് പോയിട്ട് മുട്ടിയില്ലേ, അതുകൊണ്ടാണ് നീട്ടി വരക്കാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾക്ക് ഇതിവിടെ 90 ഡിഗ്രിന്ന് ഇങ്ങനെ നമുക്ക് എഴുതാം. ഇതേമാതിരിയാണ് 90 ഡിഗ്രി കാണിക്കാം കേട്ടോ. ഇങ്ങനെ ചെരിച്ച് എഴുതല്ല, ഇങ്ങനെ എല്ലിന്റെ മുകളിൽ ഇങ്ങനെ ചെരിച്ച് വരക്കുക, ചതുരം മാതിരി. അപ്പൊ 90 ഡിഗ്രി. അപ്പൊ രണ്ടാമത്തെ ചിത്രവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, മൂന്നാമത്തെ ചിത്രം എന്താ പറയുന്നത്? മേലെയും താഴെയും ത്രികോണമുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? നിങ്ങൾ താഴെ ഇല്ലാന്ന് വിചാരിക്കും. ഇത് വരക്കാൻ താഴെ ഇല്ല എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് വരക്കാൻ പറ്റുമല്ലോ. ആദ്യം 6 സെന്റിമീറ്റർ നോക്ക്. നിങ്ങൾക്ക് വരക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്, തെറ്റിക്കാണ്ടിരിക്കാൻ. ആദ്യം 6 സെന്റിമീറ്റർ സ്കെയിൽ എടുക്കുക. സ്കെയിലില് 6 സെന്റിമീറ്റർ എടുത്തു. 6 സെന്റിമീറ്റർ സ്കെയിൽ എടുത്തു. ഇത് എത്ര ഡിഗ്രി? 20 ഡിഗ്രി. പ്രൊട്രാക്ടർ വെക്കുക. നേരത്തെ പറഞ്ഞ മാതിരി ഈ സെന്ററിന്റെ ഇവിടെ പ്രൊട്രാക്ടർ വെക്കുക. 20 ഡിഗ്രി താഴെയാ വരിക കേട്ടോ. 20 ഡിഗ്രി. ഇവിടെ ഒരു കുത്ത് കിട്ടി. ആ കുത്തും ഇതിന്റെ അറ്റവും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുക? ചിത്രാണി ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ഭാഗത്താണ് കുത്ത് വരിക. ഇത് തമ്മിൽ യോജിപ്പിക്കുക. അപ്പൊ 20 ഡിഗ്രി ആയി. അടുത്തത് നമുക്ക് ഇത് 20 ഡിഗ്രി ആയ 20. ഇനി ഇപ്പുറം എത്ര ഡിഗ്രി? അതും 20 തന്നെ. അപ്പൊ സ്കെയിൽ ഇവിടെ വെക്കുക. സ്കെയില് പ്രൊട്രാക്ടർ, സ്കെയിലല്ല പ്രൊട്രാക്ടർ ഇവിടെ വെച്ചിട്ട് കറക്റ്റ് 20 എടുക്കുക. 10, 20. ഇതാ ഇവിടെ 20, ഈ താഴെ ഇവിടെ 20. എന്നിട്ട് ഇതിനെ അങ്ങ് മാറ്റിയെടുക്കുക. ഇതിങ്ങനെ മാറ്റിയെടുത്തിട്ട് സ്കെയില് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഈ വരയുടെ അറ്റവും ഇതും കൂടെ നമ്മൾ യോജിപ്പിച്ച് വരക്കുക. യോജിപ്പിച്ച് കൃത്യം യോജിപ്പിച്ച് വരക്കുക. അപ്പൊ വരക്കുമ്പോൾ രണ്ടും കൂടെ കൂട്ടിമുട്ടണേ. ഈ മേലെ രണ്ടും കൂടെ കൂട്ടിമുട്ടണം. അത്ര വരെ നീട്ടി വരക്കണം. വരച്ചു. അപ്പൊ ഇത് 20 ഡിഗ്രി. അപ്പൊ എന്തായി? മേലത്തെ ചിത്രം വരച്ചു. ചിത്രം കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ താഴെ ഇങ്ങനെ ഒരു വര ഉണ്ടായിരുന്നു. ഇവിടെയും 20 ഡിഗ്രി ഉണ്ടായിരുന്നു. ഇവിടെയും 20 ഡിഗ്രി ഉണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് ഇനി എങ്ങനെ വരക്കാൻ പറ്റുന്നതാണ്. അത് വരക്കണമെങ്കിൽ എന്ത് ചെയ്യാം? ഒന്നിക്കൽ നിങ്ങൾക്ക് ഇതാ പ്രൊട്രാക്ടർ താഴോട്ടല്ലേ വരക്കേണ്ടത്. പ്രൊട്രാക്ടർ ഇങ്ങനെ വരക്കുക. ഇവിടെ പ്രൊട്രാക്ടർ വെക്കുക. പ്രൊട്രാക്ടർ ഇവിടെ കറക്റ്റ് വെച്ചിട്ട് അതിലെത്ര? 20 കാണുക. അപ്പൊ എവിടെ 20 ഉണ്ടാവും? ദാ വര ഇങ്ങോട്ടല്ലേ വരുന്നത്. ശ്രദ്ധിച്ചാൽ ഈ അറ്റത്ത് വെച്ചിട്ട് ശ്രദ്ധിച്ചോ? മനസ്സിലായിനാ? ദാ ഇവിടെയാണ് പ്രൊട്രാക്ടർ വെക്കേണ്ടത്. ഇവിടെ എന്നിട്ട് എങ്ങോട്ട്? താഴോട്ടാണ് വര വരേണ്ടത്. അപ്പൊ താഴോട്ടാണ് പ്രൊട്രാക്ടർ വെക്കേണ്ടത്. പ്രൊട്രാക്ടർ വെച്ചിട്ട് അതിൽ 20 എടുക്കണം. 20 ഇവിടെ ഉള്ളത്. അപ്പൊ ഇവിടെ ഒരു 20 ഉണ്ട്. ഇതാ 20. ഈ 20ന് ഇവിടെ 20 ഉണ്ട്. ആ 20 എടുക്കാം. മാർക്ക് ചെയ്യാം. ശ്രദ്ധിക്കണേ, തെറ്റിക്കല്ലേ. താഴോട്ടാന്ന് വിചാരിച്ചിട്ട് തെറ്റിക്കല്ലേ. നേരത്തെ വരച്ച എന്നിട്ട് എന്ത് ചെയ്യുക? ഈ മാർക്ക് ചെയ്ത പോയിന്റും ഇതും തമ്മിൽ നീട്ടി വരക്കുക. ഇനി എപ്പുറത്ത് 20 ഡിഗ്രി എടുക്കണം. ഈ പറഞ്ഞ മാതിരി ഇപ്പുറവും നമ്മൾ 20 ഡിഗ്രി നമുക്ക് ഇപ്പുറം എടുക്കുക. അതിന് പ്രൊട്രാക്ടർ ഇവിടെ വെക്കുക. ഇവിടെ വെച്ചിട്ട് താഴോട്ട് വരക്കേണ്ട കാരണം മനസ്സിലായില്ലേ? താഴോട്ടാണ് വര വരുന്നത്. അതുകൊണ്ടാണ് കാരണം മനസ്സിലാക്കണേ. അല്ലാണ്ട് ഇങ്ങനെ വെറുതെ വരച്ചിട്ട് വരക്കല്ല. 20 ഡിഗ്രി. ഇതാ 10, ഇതാ 20, ഇതാ. അപ്പൊ 20 എടുക്കുക, കുത്തിടുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ കുത്തും സ്കെയിലും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്നു. അപ്പൊ നമുക്കിതാ ഇതേമാതിരിയുള്ള ഒരു ചിത്രം നമുക്ക് കിട്ടും. ഇങ്ങനെ വരച്ചാല് ചിത്രം കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതും 20 ആണ്, ഇതും 20 ആണ്, ഇതും 20 ആണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ അപ്പുറത്തിപ്പുറത്ത് ബാക്കിയുള്ളത്
റബ്ബർ കൊണ്ട് മായ്ച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യമുള്ള ചിത്രമായി. അപ്പൊ ഈ ചിത്രവും നമുക്ക് കിട്ടി. ഇനി പ്രൊട്രാക്ടർ ഇങ്ങനെ താഴ്ത്തി വെക്കാൻ പ്രയാസമുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ നോട്ട്ബുക്ക് മറിച്ചു വെക്കുക. നോട്ട്ബുക്ക് തിരിച്ചു വെച്ചിട്ട് നിങ്ങൾ സാധാരണ ചെയ്യുന്ന മാതിരി അതിൽ 20 ഡിഗ്രി എടുത്താലും മതി. മറിച്ചു വെക്കാൻ മനസ്സിലായില്ലേ? ഇതാ ഇങ്ങനെ നമ്മൾ ഇല്ലതില് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ താഴോട്ട് വരച്ചു. ആദ്യം നമ്മൾ മുകളിലോട്ട് വരച്ചു. എന്നിട്ട് ഈ പുസ്തകത്തിനെ തിരിക്കുക. പുസ്തകത്തിനെ തിരിക്കുമ്പോൾ എന്ത് ചെയ്യും, മറ്റേ ഭാഗം മേലെ വരില്ലേ, അവിടെ വീണ്ടും വരച്ചാലും മതി. ഓക്കെ, ശരി. ഇനി ലാസ്റ്റ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിത്രം, അത് നമുക്ക് എങ്ങനെ വരക്കാൻ പറ്റും? ഫസ്റ്റില് ആദ്യം ഞാൻ പറഞ്ഞു സെന്റിമീറ്ററിനെ വരക്കുക. അപ്പൊ എന്ത് ചെയ്യുക, സ്കെയിൽ എടുക്കുക, 5 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. 5 സെന്റിമീറ്റർ മാർക്ക് ചെയ്യും. 5 സെന്റിമീറ്റർ. ഇനി എന്ത് ചെയ്യണം, അതിൽ പിന്നെ ഡിഗ്രിയാണ് ഇവിടെ ഉള്ളത്, 60 ഡിഗ്രി. അപ്പൊ 60 ഡിഗ്രി പറയുമ്പോൾ നിങ്ങളുടെ പ്രൊട്രാക്ടർ എടുക്കുക, ഇവിടെ വെക്കുക. എന്നിട്ട് 60 ഇവിടെ 60 എന്ന് കാണാം. 60നെ മാർക്ക് ചെയ്തു. 60നെ മാർക്ക് ചെയ്തിട്ട് അത് തമ്മിൽ സ്കെയിൽ വെച്ചിട്ട് കൃത്യമായിട്ട് അവ തമ്മിൽ യോജിപ്പിച്ചു. ഓക്കെ, നീട്ടി വരച്ചു. നീട്ടി വരക്കുന്ന നഷ്ടമൊന്നുമില്ലല്ലോ. നീട്ടി വരച്ചിട്ട് ശ്രദ്ധിക്കണം, ഇതിന്റെ നീളം എത്ര തന്നിട്ടുണ്ട്? 3 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ സ്കെയിലില് എന്ത് ചെയ്യാം, ഇങ്ങനെ കറക്റ്റ് വെച്ചിട്ട് നിങ്ങൾ 3 സെന്റിമീറ്റർ അവിടെ മാർക്ക് ചെയ്യുക. 1, 2, 3 സെന്റിമീറ്റർ അവിടെ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇങ്ങനെയുള്ളൊരു വരയായിരുന്നു. അപ്പൊ അതിൽ 3 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടി, ഇവിടെ ഒരു പോയിന്റ് കിട്ടി, ഇവിടെ ഒരു പോയിന്റ് നിങ്ങൾക്ക് കിട്ടി. അവിടെ ശരിക്കൊന്ന് മാർക്ക് ചെയ്യണേ. ഇനി എന്ത് ചെയ്തു, അപ്പൊ ഇത് 60 ഡിഗ്രിയാണ്, ഇത് 60 ആണ്. ഇവിടുന്ന് ഇവിടത്തേക്ക് എടുത്ത് എത്ര? 3 സെന്റിമീറ്റർ. ഇനി ഇപ്പുറം 120 ഡിഗ്രിയാണ്. പ്രൊട്രാക്ടർ ഇവിടെ വെക്കുക. ഇവിടെ വെച്ചിട്ട് 120 അല്ലേ, ഈ വര അങ്ങോട്ടല്ലേ പോകുന്നത്. അപ്പൊ നമ്മൾ അങ്ങോട്ട് കാണുന്ന 120 എടുത്താൽ മതി. അപ്പൊ എത്ര? 90 ഇവിടെയുണ്ട്, 100, 110, 120. അപ്പൊ ആ 120 കറക്റ്റ്. താഴത്തെ വര കറക്റ്റ് ആയിട്ട് വരണേ. പ്രൊട്രാക്ടറിലെ കറുത്ത വര നമ്മളുടെ വരയുടെ മേലെ തന്നെ വരണം. എന്നിട്ട് 120ന് നമ്മൾ മാർക്ക് ചെയ്തു. അങ്ങനെ മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, അതും നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ചെരിച്ചിട്ട് വരക്കുക. ഓക്കെ, ഇങ്ങനെ ചെരിച്ചിട്ട് നമുക്ക് വരച്ച് കഴിയുമ്പോൾ കാണുന്നുണ്ടാവില്ലേ, നിങ്ങൾ കാണുന്നുണ്ടാവില്ലേ? ഇങ്ങനെ വരച്ചിട്ട് ഈ അറ്റത്ത് ഇത് രണ്ടും തമ്മിൽ നീട്ടി വരക്കുക. നീട്ടി വരച്ചിട്ട് അതിലും എത്ര മാർക്ക് ചെയ്യണം, അതും നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. 3 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ സ്കെയിലില് അതിലും നിങ്ങൾ എത്ര എടുക്കുക, 3 സെന്റിമീറ്റർ കറക്റ്റ് അളന്നെടുക്കുക. ഓക്കെ, ഇവിടെ വെച്ചിട്ട് അതിലും 3 സെന്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്താൽ മതി, ഇത് 120 ആണേ, തെറ്റിക്കല്ലേ, 120. ഇത് 3 സെന്റിമീറ്റർ ഇവിടെ കുത്തിട്ടിട്ടുണ്ടേ, അത് ഇമ്പോർട്ടന്റ് ആണ്. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ കുത്തിട്ട ഈ 2 സ്ഥലങ്ങൾ ഉണ്ടല്ലോ, ഈ ചിത്രം കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. അത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മള് സ്കെയില് വെച്ചിട്ട് കറക്റ്റ് ആക്കിയിട്ട് ഒന്നിങ്ങനെ വരക്കുക. ഇത് തമ്മിൽ വരക്കുക. അപ്പോൾ നമുക്ക് ഇതേമാതിരിയുള്ള ഒരു ചിത്രം കിട്ടും. ഇനി നിങ്ങൾ വരച്ച ചിത്രം കറക്റ്റ് തന്നെയാണെന്ന് അറിയാൻ ഇത് താഴെ 5 സെന്റിമീറ്റർ ആയതുകൊണ്ട് ഇതും നിങ്ങൾ അളന്നു നോക്കുക. സ്കെയിലിനെ കൊണ്ടൊന്ന് അളന്നു നോക്കിക്കോ. അതും കറക്റ്റ് ആയിട്ട് 5 സെന്റിമീറ്റർ ഉണ്ട്. 5 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ കറക്റ്റ്. 5 നിങ്ങൾ വരയ്ക്കുമ്പോൾ ഒരു 0.1, 5.1, 4.9 ഒക്കെ വന്നാലും തെറ്റൊന്നും ആയിട്ടില്ല. നമ്മുടെ പെൻസിലിന്റെ മോനെയും നമ്മൾ എടുക്കുന്ന അക്യുറസി, കൃത്യതയും ഒക്കെ ചെറിയ വ്യത്യാസം വരും. നിങ്ങൾ ചെറിയ കുട്ടികളല്ലേ, എങ്കിലും നിങ്ങൾ കൃത്യമായ രീതിയിൽ ആ രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ടോ നോക്കുക. അപ്പൊ ഇത് വരയ്ക്കുമ്പോൾ എന്താണ് പറയേണ്ടത്, സെന്റിമീറ്റർ സ്കെയിലോണ്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. ഡിഗ്രി, കോൺ ഏതിനൊക്കെ, ആംഗിൾ ഏതിനൊക്കെ ഉണ്ട്, പ്രൊട്രാക്ടർ എങ്ങനെയാ വെക്കുക, ഏത് ഭാഗത്തേക്കാണ് വരക്കുക, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ ഈ ചോദ്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യാൻ പറ്റും. കറക്റ്റായി പഠിച്ചു വെക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, നമുക്കതിൽ ബാക്കി വരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ ഈസിയാണ്. ബാക്കി വരുന്ന ചോദ്യങ്ങൾ നമുക്ക്, നിങ്ങൾക്ക് അവിടെ ചിത്രങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ആ ചിത്രം നോക്കി കഴിഞ്ഞാൽ ആ ഓരോ ഭാഗവും 2 കളറാണുള്ളത് ചിത്രം. ഒന്ന് മഞ്ഞ നിറത്തിൽ ചെറിയൊരു ഭാഗമുണ്ട്, ഒരു പച്ച നിറത്തിൽ വലിയ ഭാഗമുണ്ട്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മൊത്തം വൃത്തത്തിന്റെ എത്ര ഭാഗമാണ്, പച്ച നിറമുള്ള ഭാഗവും മഞ്ഞ നിറമുള്ള ഭാഗവും മൊത്തം വൃത്തത്തിന്റെ എത്ര ഭാഗമാണെന്ന് കണക്കാക്കുക. അപ്പൊ പച്ച നിറമുള്ളത് എത്ര ഭാഗമുണ്ട്, എത്ര പാർട്ട് ഉണ്ട്,
അതേപോലെ മഞ്ഞയും എത്ര പാർട്ട് ഉണ്ടെന്നാണ്. അപ്പൊ അത് ചെയ്യാനുള്ള ഐഡിയ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആകെ അറിയേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മൾ എത്ര ഭാഗം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആകെ ഒരു വൃത്തത്തിന് ശ്രദ്ധിച്ചാൽ, ഒരു വൃത്തം, ഒരു സർക്കിൾ എന്ന് പറയുമ്പോൾ ആകെ ഉള്ളത് 360 ഡിഗ്രിയാണ്. ആകെ ഒരു സർക്കിള്, ഒരു വൃത്തം ആകെ വരുന്നത് 360. അപ്പൊ എത്ര പാർട്ടാണ് എന്ന് ചോദിച്ചാല് ഈ 360യുടെ എത്ര ഭാഗമാണ് അത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ 360 എവിടെയും നിങ്ങൾക്ക് തരില്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. സർക്കിൾ ആകെ ഉള്ളത് 360 ഡിഗ്രി, 360 ഡിഗ്രിയാണ് വൃത്തം ആകെ ഉള്ളത്. അത് എങ്ങനെ മനസ്സിലാവും? ഒരു കാര്യം ഇതാണ്, നോക്കിക്കോ, നമ്മൾ ഇങ്ങനെ വെക്കുക. ഈ മേലത്തത് ഒരു പ്രൊട്രാക്ടർ ആണെന്ന് വിചാരിക്കുക. പ്രൊട്രാക്ടറിൽ നിങ്ങൾക്ക് ആകെ എത്ര ഡിഗ്രി കാണാം? 150 ഡിഗ്രി ഉണ്ട്. താഴെ ഒരു പ്രൊട്രാക്ടർ തിരിച്ചു വെച്ചാന്ന് വിചാരിക്കുക, അതിലും എത്ര ഉണ്ടാവും? 150. 150 കൂടി എത്ര കിട്ടും? 360. അങ്ങനെ തന്നെ വേണമെന്നില്ല. വേറൊരു തരത്തിലും പറയാ, ഇവിടെ ഇത് വൃത്തത്തിന്റെ സെന്റർ, കേന്ദ്രമല്ലേ ഇത്. നമ്മൾ ഇങ്ങനെ ഒരു വര വരക്കുന്ന വിചാരിച്ചോ, അപ്പൊ ഇതെത്ര ഡിഗ്രി വരും? 90, 90 ഡിഗ്രി. ഇതും എത്ര വരും? 90. ഇതും എത്ര വരും? 90. ഇതും എത്ര വരും? 90. എല്ലാം 90. 4 90 കൂട്ടി എത്ര കിട്ടും? 360. അപ്പൊ ഇനിയിപ്പോ ഈ ഭാഗം ശ്രദ്ധിച്ച കുട്ടികളെ, ഇതാ ഈ ഭാഗം, ഇത് ഇതാ ഈ നീല ഞാനിപ്പം വരച്ച ഭാഗം, ഈ നീല ഷെയ്ഡ് ചെയ്ത ഭാഗം, ഈ വൃത്തത്തിന്റെ എത്ര ഉണ്ട് എന്ന് ചോദിച്ചാൽ ചെയ്യേണ്ടത് ഇത്രയാണ്. 90 ഡിഗ്രിയിലല്ലേ ഞാൻ ഷെയ്ഡ് ചെയ്തത്, ബൈ 360 ഡിഗ്രി എന്ന് എഴുതിയാൽ ഇതിന്റെ ആൻസർ ആയി. അതാ ഞാൻ പറഞ്ഞത് 360 എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി, എങ്കിൽ നമുക്ക് കിട്ടും. അപ്പൊ ഷെയ്ഡ് ചെയ്ത പോർഷൻ ബൈ എത്ര പാർട്ട് അറിയാൻ വേണ്ടിയിട്ട്, എത്ര ഭാഗം എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി കുട്ടികൾ എന്ത് ചെയ്താൽ മതി? ഷെയ്ഡഡ് ബൈ എത്ര? 360 ഡിഗ്രി. അപ്പൊ ഷെയ്ഡഡ് ചെയ്തതിന്റെ ഡിഗ്രി മലയാളത്തിലാണ് എഴുതുന്നതെങ്കിൽ എന്താണ്? ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ, അല്ലെങ്കിൽ പെയിന്റ് ചെയ്ത, ഷെയ്ഡ് ചെയ്ത കോണിന്റെ അളവ്, ഷെയ്ഡ് ചെയ്ത ഡിഗ്രി ഡിവൈഡഡ് ബൈ എത്ര ഡിഗ്രി? 360 ഡിഗ്രി കണ്ടുപിടിച്ചാൽ മതി. ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എല്ലാ പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നിങ്ങൾ. ഒന്നാമത്തെ ക്വസ്റ്റ്യനില് നിങ്ങൾക്ക് അവിടെ ചിത്രം കാണുന്നുണ്ട് നിങ്ങൾ, എങ്കിലും ഞാനത് പറയുകയാണ്. ഇങ്ങനെയുള്ളതില് എങ്ങനെയാണുള്ളത്? എത്ര? ഒന്നാമത്തെ ചിത്രത്തിൽ 20 ഡിഗ്രിയാണ് പറഞ്ഞത്. നോക്കിക്കോ, ഈ കളറ് പറഞ്ഞത് 20 ഡിഗ്രിയാണ്. അപ്പൊ ഇത് എത്ര ഭാഗം ഉണ്ടാവുക? ഇത് മഞ്ഞയാണ്, യെല്ലോ കളറിലാണ് ഉള്ളത്. അപ്പൊ ഈ യെല്ലോ എത്ര ഉണ്ടാവും? എത്ര പാർട്ടാണ്? യെല്ലോന്റെ പാർട്ട് എത്ര ഉണ്ട് എന്ന് ചോദിച്ചാല് 20 ഡിഗ്രി ബൈ 360 ഡിഗ്രി, 20 ഡിഗ്രി ബൈ 360 ഡിഗ്രി. ഇനി ഇതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നതാണ്. റെഡ്യൂസ് ചെയ്യുമ്പോൾ ചുരുക്കുന്നതാണ്. ചുരുക്കുമ്പോൾ എങ്ങനെയാ കിട്ടുക? 20 ബൈ 360 നമുക്ക് ഇങ്ങനെ എഴുതാം. 2 × 10 ബൈ 36 × 10 ആണ്. അപ്പൊ ഈ 10ഉം 10ഉം ക്യാൻസൽ ചെയ്യുക. 2 ബൈ 36, 2 ബൈ 36, 2 ബൈ 36 പറഞ്ഞാൽ 36നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. 2നും ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 നമുക്ക് എങ്ങനെ എഴുതാം? 2 × 1 എന്ന് എഴുതാം. 36നെ 2 × 18 അല്ലെങ്കിൽ 18 × 2 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ 2ഉം ക്യാൻസൽ ആയി. അപ്പൊ ബാക്കി ലാസ്റ്റ് എന്ത് വരും? 1/18 എന്ന് വരും. ഇതേ രീതി തന്നെ നിങ്ങൾ റെഡ്യൂസ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി ചെയ്യാം. ഇപ്പൊ ചില കുട്ടികൾ അങ്ങനെ ആയിരിക്കില്ല ചെയ്യലുണ്ടാവുക. അവര് ചെയ്യാ 20 ബൈ 360. ഈ 0 കട്ട് ചെയ്യാൻ പറ്റും. 10നെ കൊണ്ട് കുടിക്കുന്നതിന് പകരം 2 ബൈ 36 ആണ്. 2ൽ 2 ഒരു തവണ, 36ൽ 2 18 തവണ. അപ്പൊ അവർക്ക് ഒറ്റയടിക്ക് ആൻസർ കിട്ടും 1/18 പാർട്ട്. എത്ര? ഏത് കളറ്? യെല്ലോ കളറ്. അപ്പോ എന്താ ചോദിക്കുന്നത്? പച്ച എത്ര വരും? ഗ്രീൻ എത്ര വരും എന്നാണ്. അപ്പൊ 20 ബൈ 360 ആണ് എങ്കിൽ 1/18 ആണ്. 20 ബൈ 360 ആണെങ്കിൽ ഗ്രീൻ എത്രയാ ഉള്ളത്? പച്ച എത്ര ഉണ്ടാവുക? ആകെ 360 അല്ലേ? അപ്പൊ 360ൽ നിന്ന് 20 ഡിഗ്രി കുറച്ചതായിരിക്കും ആരുണ്ടാവുക? പച്ചയുടെ ഡിഗ്രി. മനസ്സിലായിനോ? 340 ഡിഗ്രി ആയിരിക്കുമല്ലോ. കാരണം എന്താ? വൃത്തം മുഴുവൻ എത്രയാ? സർക്കിൾ മുഴുവൻ 360 ഡിഗ്രിയാണ്. അപ്പൊ ഗ്രീനിന്റെ പാർട്ട് എത്ര വരും? ഗ്രീനിന്റെ പാർട്ട് നമുക്ക് കിട്ടും 340 ബൈ, അത് താഴെ എത്ര തന്നെ? 360 തന്നെ. എല്ലാത്തിനും ഒരേപോലെ തന്നെ. അപ്പൊ നമുക്ക് ഇതാ 0 വേണമെങ്കിൽ കട്ട് ചെയ്യാം. നമുക്ക് 34/36 എന്ന് കിട്ടും. ഇനി 34, 36 രണ്ടും ഈവൺ നമ്പർ ആണ് അല്ലെ, ഇരട്ട സംഖ്യയാണ്. അപ്പൊ 2നെ കൊണ്ട് നമുക്ക് ചുരുക്കി എഴുതാൻ പറ്റും. 34 2 എത്ര തവണ എഴുതി?
17 തവണ എഴുതാം, 36 18 തവണ എഴുതാം. അപ്പൊ നമുക്ക് ആൻസർ 17/18 എന്ന് കിട്ടും. ഇങ്ങനെ ഈ ചുരുക്കിയത് മനസ്സിലാവാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഞാൻ രണ്ടാമത് മാറ്റി പറഞ്ഞു തരാം. 340/360 ആണല്ലോ വന്നത്, 340/3. അപ്പൊ അതിനിങ്ങനെ എഴുതാലോ, 34 × 10/36 × 10. 10ഉം 10ഉം ക്യാൻസൽ ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് എത്ര? 34/36. 34 ഇരട്ടയായോണ്ട് 17 × 2, 36 18 × 2. രണ്ടും രണ്ടും കട്ട് ചെയ്യുക, നമുക്ക് കിട്ടും 17/18. ഓക്കെ, അപ്പൊ പച്ച എത്ര വന്നു? 17/18. ഇനി ഇങ്ങനെയല്ലാതെ ഒരു മിടുക്കനായിട്ടുള്ള ഒരു കുട്ടി, മിടുക്കിയായിട്ടുള്ള ഒരു കുട്ടി വേറൊരു ഐഡിയ ചെയ്യുന്നു. അതായത് ആദ്യം യെല്ലോവിന്റെ, മഞ്ഞയുടെ കിട്ടിയല്ലോ 1/18. അപ്പൊ 18 ഭാഗങ്ങളില് ഒരു ഭാഗമാണ് യെല്ലോ. 18ല് ഒരു ഭാഗമാണ് ആര്? യെല്ലോ. ആര്? മഞ്ഞ. 18ൽ ഒരു ഭാഗമാണ് ആര്? മഞ്ഞ, അല്ലെ? 1/18 ആണ് മഞ്ഞ, യെല്ലോ വരുന്നത്. അപ്പൊ 18ല് 17 ഭാഗം ആരായിരിക്കും? 18ല് 17 ഭാഗം പച്ചയായിരിക്കൂലേ? പച്ച. ഗ്രീൻ ആയിരിക്കൂലേ? ഗ്രീൻ. അപ്പൊ ഇതെത്ര ആൻസർ? അപ്പൊ ഗ്രീൻ ഇവിടുന്ന് തന്നെ നമുക്ക് എത്ര എഴുതാം? 17/18 എന്ന് എഴുതാം. അപ്പൊ വളരെ സ്മാർട്ടായിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന കുട്ടിക്ക് ഇങ്ങനെയൊന്നും പച്ചേനെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കുട്ടിക്ക് എന്ത് ചെയ്യാം? 1/18 എന്ന് കിട്ടിക്കഴിഞ്ഞാല് ബാക്കി എത്രയാ വരിക? 18ൽ ഒരു ഭാഗം മാത്രാണ്. കുട്ടികൾ ശ്രദ്ധിച്ചാൽ എത്രയാ? എന്താ പറഞ്ഞത്? നമ്മൾ ഇതിനെ 18 കഷ്ണാക്കുക. 18 കഷ്ണാക്കി 18 കഷ്ണങ്ങൾ ഇങ്ങനെ അങ്ങനെ 18 കഷ്ണങ്ങളാക്കിയാൽ അതില് ഒരു കഷ്ണാണ് ആര് വരുന്നത്? ഒരു കഷ്ണാണ് യെല്ലോ വരുന്നത്, ഈ കളറ് മഞ്ഞ വരുന്നത്. അപ്പോ ബാക്കിയുള്ളതെല്ലാം ഇപ്പൊ എന്തായിരിക്കും? ഇത് 1/18 ആണ്. 18ൽ ഒരു കഷ്ണം. അപ്പൊ ബാക്കി എത്രയാണ് വരിക? 18ൽ 17 കഷ്ണം ആരായിരിക്കും? ഗ്രീൻ ആയിരിക്കും, പച്ച ആയിരിക്കും. അപ്പൊ അങ്ങനെ ആയാലും അത് കണ്ടുപിടിക്കാം. ഓക്കെ, ഒന്നിൽ നിന്ന് ഒരു ഭാഗം കിട്ടിയാൽ മറ്റേത് VC ആയി നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 24 ഡിഗ്രി ആണ്. നിങ്ങൾക്ക് അവിടെ ചിത്രത്തിൽ കാണാൻ പറ്റും. ഇതറിയുന്ന കുട്ടിക്ക് രണ്ടാമത്തത് ഈസി ആയി ചെയ്യാം. അപ്പൊ 24 ഡിഗ്രി ആയതുകൊണ്ട് 24 ഡിഗ്രി ആയതുകൊണ്ട് അത് 24 എന്താണ്? യെല്ലോ, മഞ്ഞയാണ്. അപ്പൊ മഞ്ഞയുടെ എത്ര വരും? അപ്പൊ എത്ര വരും? ഇതേമാതിരി എഴുതാലോ. യെല്ലോവിന്റെ എത്ര എഴുതാം? യെല്ലോവിന്റെ പാർട്ട് എത്ര കിട്ടും? 24 ഡിഗ്രി. ആ 24 ഡിഗ്രി എത്രയിലാണ് വേണ്ടത്? 360 ഡിഗ്രിയിൽ. 24 ഡിഗ്രി 360 ഡിഗ്രി നമുക്ക് ചുരുക്കി കൊണ്ടുവരാലോ. എങ്ങനെ എഴുതാം? 12 × 2 എഴുതാം, 150 × 2 എഴുതാം. രണ്ടും രണ്ടും കട്ടായി, 12/150 ആയി. 12നെ എങ്ങനെ എഴുതാം? 12നെ നമുക്ക് 6 × 2 എഴുതാം, 90 × 2 എഴുതാം. അപ്പൊ രണ്ടും രണ്ടും കട്ടായി. അപ്പൊ 6/90 ആയി. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3 × 2/45 × 2. അപ്പോ നമുക്ക് എത്ര കിട്ടും? 3/45. അപ്പൊ 10 3 30 ആണ്. അപ്പൊ 15 3 ആണ് 45 വരിക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ 3നെ 45നെയും 3നെ നമുക്ക് എഴുതാം 3 × 1, 45നെ 15 × 3 അല്ലെങ്കിൽ 3 × 15. 3ഉം 3ഉം കട്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 1/15 എന്ന് പറയുന്ന ഭാഗം കിട്ടും. ആര്? യെല്ലോ പാർട്ട് രണ്ടാമത്തെ ചിത്രത്തിലത്തെ. അപ്പോ അതിന്റെ ഗ്രീൻ പാർട്ട് ഇനി എളുപ്പത്തിൽ പറഞ്ഞൂടെ? ഗ്രീൻ എത്ര കിട്ടും? 15ൽ ഒരു ഭാഗം മാത്രാണ് ആര്? യെല്ലോ. യെല്ലോ, മഞ്ഞ. യെല്ലോ എന്ന് പറഞ്ഞാല് മഞ്ഞ. മഞ്ഞ ഭാഗം വരുന്നത് എത്രയാണ്? മഞ്ഞ ഭാഗം വരുന്നത് എത്രയാണ്? ഈ 1/15. അപ്പൊ ഗ്രീൻ എത്രയായിരിക്കും വരിക? പച്ച ഭാഗം എത്ര വരിക? 15ൽ ഒന്നും കഴിച്ചാൽ ബാക്കി 15ൽ 14 ഉണ്ടാവില്ലേ? 15ൽ 14 ഭാഗം ഉണ്ട്. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? 24 ഡിഗ്രിയും കഴിച്ചാൽ 360 24നെ കുറക്കുക. അപ്പൊ നമുക്ക് 336 ഡിഗ്രി കിട്ടും. എന്നിട്ട് 336/360 ചെയ്താലും ആൻസർ കിട്ടും. എളുപ്പം ഈ പറഞ്ഞ രീതിയിൽ നിന്ന് കണ്ടുപിടിക്കുന്നതാണ്. ഓക്കെ,
ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ 80 ഡിഗ്രിയാണ്. 80 ഡിഗ്രി ആകുമ്പോൾ മൂന്നാമത്തേൽ എത്ര വരും? 80 ഡിഗ്രി ആകുമ്പം യെല്ലോ എത്രയെന്ന് പറഞ്ഞത് 80 ഡിഗ്രിയാണ്. മഞ്ഞ 80 ഡിഗ്രി. അപ്പൊ അതിന്റെ പാർട്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 80/360. ഡിഗ്രിയുടെ എഴുതിയാലും കുഴപ്പമില്ല, എഴുതിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ 80 ഈ 0 ഞാൻ തടഞ്ഞോട്ടെ, 10നെ കൊണ്ട് വരുന്നതല്ലേ. അപ്പൊ 8/36. 8നെ നമുക്ക് ചുരുക്കിയാല് 2നെ കൊണ്ട് ചുരുക്കിയാല് ഇവിടെ 4 കിട്ടും, ഇവിടെ 18 കിട്ടും. അപ്പൊ നമുക്ക് അതിനെ 4/18 എഴുതാം. വീണ്ടും ചുരുക്കാലോ, വീണ്ടും ചുരുക്കിയ 2നെ കൊണ്ട് ചുരുക്കിയ 2 കിട്ടും, ഇവിടെ 9 കിട്ടും. അപ്പൊ 2/9 എന്ന് കിട്ടും. ആരാ? മഞ്ഞ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, 9ൽ 2 ഭാഗമാണ് മഞ്ഞ. അപ്പൊ പച്ച എത്രയുണ്ടാവും? 9ൽ 2 ഭാഗം എന്ന് പറഞ്ഞാൽ 9 കഷ്ണാക്കി എന്നല്ല അർത്ഥം. അപ്പൊ പച്ച എത്രയുണ്ടാവും? 9ൽ ബാക്കി എത്ര ഉണ്ടാവുക? 7 ഭാഗം ഉണ്ടാവും. 9ൽ 2 ഭാഗം പച്ചയാണെങ്കിൽ, മഞ്ഞയാണെങ്കിൽ 9ൽ 7 ഭാഗം ഉണ്ടാവും. അത് മനസ്സിലായിട്ടില്ലേ? 9ൽ 7 ഭാഗം എങ്ങനെ വരുന്നതാ? ഇത് ഇങ്ങനെ ഒരു 9 കഷ്ണം ഉണ്ട് വിചാരിച്ചോ. ദാ 1 2 3 4 5 6 7 8 9 എണ്ണായി. ഈ 9ൽ 2 ഭാഗമാണ് ആര് വരുന്നത്? നോക്കിയാൽ 9ൽ 2 ആണ്. 2/9 ആണ് ആര് വരുന്നത്? യെല്ലോ. അപ്പൊ ഇത് ഈ ഒന്നും ഇപ്പുറത്തൊന്നും മാത്രമാണ് ആര് വരുന്നത്? യെല്ലോ, മഞ്ഞ വരുന്നത്. ശ്രദ്ധിക്കണേ, മഞ്ഞ വരുന്നത്. അപ്പൊ ബാക്കിയെല്ലാം ആരാ? ബാക്കിയെല്ലാം ഇത്ര പര ഭാഗം ആരാണ്? മഞ്ഞ കഴിഞ്ഞാൽ പിന്നെ അവിടെ പച്ചയല്ലേ ഉള്ളൂ, ഗ്രീൻ ആണ് വരുന്നത്. അപ്പൊ ഗ്രീൻ എത്ര ഭാഗം വരും? ഈ മഞ്ഞ വന്നത് എത്ര? 9ൽ 2. 9 എണ്ണത്തിൽ 2 എണ്ണം. അപ്പൊ പച്ച വരുന്നത് എത്രയായിരിക്കും? പച്ച 9ൽ ബാക്കി എത്രയുണ്ട്? 7 ഉണ്ട്. ഓക്കെ, 9 ഈ മേലത്തെ കുറച്ചാൽ മതി, മേലത്തെ കുറച്ചാൽ മറ്റേ ആളെ കിട്ടും. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലാവും. 108 ഡിഗ്രി. അപ്പൊ 108 ഡിഗ്രി എത്ര വരും? 108 ഡിഗ്രി. അപ്പൊ അടുത്ത കണക്ക് 108 മഞ്ഞനെ കണ്ടുപിടിക്കാൻ, യെല്ലോനെ കണ്ടുപിടിക്കാൻ. മഞ്ഞ 108 ഡിഗ്രിയാണ്. അപ്പൊ അതിന്റെ പാർട്ട് നമുക്ക് എത്ര കിട്ടും? പാർട്ട് കിട്ടുക 108/360. 108/360 നമുക്ക് ചുരുക്കാലോ. എത്ര? 2 ഇരട്ടയല്ലേ. അപ്പൊ 54/180. 2നും 2 കൊണ്ട് ചുരുക്കാം. അപ്പൊ മേലെ 54 പകുതി എടുത്താൽ മതി. 2 കൊണ്ട് ചുരുക്കുക പറഞ്ഞാൽ പകുതിയാണ്. ഇനി 54നെയും 180നെയും 2 കൊണ്ട് ചുരുക്കുക, അപ്പൊ 27. ഇവിടെ എത്ര കിട്ടും? 180നെ കുറച്ചാൽ നമുക്ക് 90 കിട്ടും. നോക്കൂ കുട്ടികളെ, 27/90 ആണ്. 27ൽ 3 ഉണ്ടല്ലോ. അപ്പൊ അതിന് എങ്ങനെ എഴുതാം? 9 × 3. 90നെ നമുക്ക് എങ്ങനെ എഴുതാം? 90നെ നമുക്ക് 9 × 10. അപ്പൊ 9 തടഞ്ഞു. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടി 3/10. അപ്പൊ ഇനി നിങ്ങൾ പറയണം, യെല്ലോ വരുന്നത് എത്രയാണ്? യെല്ലോ വരുന്നത്, മഞ്ഞ വരുന്നത് എത്രയാണ്? 10ൽ 3 ഭാഗം. അപ്പൊ പച്ച എത്രയുണ്ടാവും അവിടെ? ഗ്രീൻ. പറയാൻ പറ്റൂലേ? ഗ്രീൻ ബാക്കി എത്രയുണ്ടാവും? 10ൽ ബാക്കി 3 കഴിച്ചാൽ ബാക്കി എത്രയുണ്ടാവും? 7. പച്ച ഉണ്ടാവുക 7 ആയിരിക്കും. 10ൽ 7 ഭാഗം ആയിരിക്കും. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ. ഇനി അതിന് ബാക്കിയുണ്ട് 150 ഡിഗ്രി. അതും നിങ്ങൾക്ക് ഈസി ആയി ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 150 ഡിഗ്രി ആവുമ്പോഴും നമുക്ക് വേഗം ചുരുക്കാൻ പറ്റും. 150 ഡിഗ്രി/360 ഡിഗ്രി. 150 ഡിഗ്രി ലാസ്റ്റത്തെയാണ്. അത് 150 ഡിഗ്രി/360 ഡിഗ്രി. ഇത് ആരുടേതാ? യെല്ലോവിന്റെ പാർട്ട്. യെല്ലോ, മഞ്ഞയുടെ ഭാഗം, മഞ്ഞ ഭാഗം 150. അപ്പൊ ഈ 0 നമുക്ക് തടയാലോ. ഡിഗ്രി വേണമെങ്കിൽ ഡിഗ്രി എല്ലാം ഒഴിവാക്കാം. അപ്പൊ 0 തടഞ്ഞു. അപ്പൊ 15/36. അപ്പൊ 15ന് നമുക്ക് എങ്ങനെ എഴുതാം? 5 × 3. 36ന് 10 3 30 അല്ലേ. 11 3 33. 12 3 ആണ് 36 വരിക. 3 കടഞ്ഞു. ബാക്കി നമുക്ക് കിട്ടിയ എത്ര? 5/12. അപ്പൊ മഞ്ഞ 12ൽ 5 ആണെങ്കിൽ ഗ്രീൻ, പച്ച എത്രയുണ്ടാവും? ആകെ എത്ര ഭാഗമായില്? 12. 12ൽ 5 കഴിച്ചാൽ പിന്നെ പച്ച എത്രയുണ്ടാവും? 12ന്ന് 5 കുറച്ചിട്ട് 12 എഴുതിയാൽ മതി. അപ്പൊ എത്ര? 7/12. കറക്റ്റ് അല്ലേ? 12ന്ന് 5 കുറച്ചിട്ട് ബാക്കി എഴുതിയ 12. 7/12. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് കഴിയും? ആ ഭാഗം നമുക്ക് അവിടെ കഴിയും. ഓക്കെ, അടുത്തത് പേജ് നമ്പർ 18 തന്നെ 2ല്
ചെറിയ 5 ചോദ്യങ്ങളുണ്ട്. ഈ തന്നിട്ടുള്ളത് ഓരോ ഭാഗം ഭിന്നമായിട്ടാണ് തന്നിട്ടുള്ളത്. ഈ ഭിന്നത്തിന്റെ ഭാഗം ഒരു വൃത്തം വരച്ചിട്ട് ഈ 3/8 പാർട്ട് നമ്മൾ അടയാളപ്പെടുത്തണം. നേരത്തെയുള്ള ചോദ്യത്തിൽ എന്തായിരുന്നു? ചിത്രം തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചിത്രത്തിൽ അടയാളപ്പെടുത്തിയത് എത്ര ഭാഗം എന്നായിരുന്നു. ഇവിടെ ഭാഗം തന്നിട്ട് അത് ചിത്രത്തിൽ ഈ 3/8 പാർട്ട്, വൃത്തത്തിന്റെ 3/8 പാർട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇവിടെ എല്ലാം നമ്മൾക്ക് എന്ത് വേണം? ഓരോ വൃത്തം നമുക്ക് ആവശ്യമുണ്ട്. ഇങ്ങനെ വരയ്ക്കല്ല വേണ്ടത്. നിങ്ങൾ ഒരു റേഡിയസ്, ഒരു 3 സെന്റിമീറ്റർ ഒരു റേഡിയസ് നിങ്ങൾ എടുക്കുക. 3 സെന്റിമീറ്റർ ആരം അല്ലെങ്കിൽ റേഡിയസ് ഉള്ള സ്കെയിൽ എടുത്ത നമ്മുടെ കോമ്പസ് എടുക്കുക. കോമ്പസിൽ എന്ത് ചെയ്യാം? കോമ്പസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ കോമ്പസ് എടുത്തിട്ട് കോമ്പസിൽ സ്കെയിലിൽ 3 സെന്റിമീറ്റർ നിങ്ങൾ ഇങ്ങനെ എടുക്കുക. അതായത് ഈ ദൂരവും ഈ പെൻസിലിന്റെ മുനയും തമ്മിലുള്ള ദൂരം 3 സെന്റിമീറ്റർ ആയിട്ട് നിങ്ങളൊരു വൃത്തം വരക്കുക. അങ്ങനെ ഒരു വൃത്തം നമ്മൾ ഇവിടെ വരച്ചു വെച്ചു. അപ്പൊ അതേമാതിരി അതേ അളവ് തന്നെ എല്ലാ ചിത്രങ്ങൾക്കും കൊടുക്കാം. ഓക്കെ, എല്ലാ ചിത്രങ്ങൾക്കും അതേമാതിരി 5 എണ്ണം ഉണ്ട്. അപ്പൊ ഞാനിവിടെ 5 എണ്ണം ഞാനിവിടെ വരച്ചു വെക്കുകയാണ്. ഓക്കെ, 5 എണ്ണത്തിന് വരച്ചു വെച്ചു. അപ്പൊ ഈ 5 എണ്ണത്തിന് വരച്ചു വെക്കുമ്പോൾ ഇതില് അടയാളപ്പെടുന്നത് 2 കളറാണ് അടയാളപ്പെടുത്താൻ പറ്റുക. 2 ഭാഗമാക്കിയിട്ടാ മാറ്റാൻ പറ്റും. ഒരു ചെറിയ ഭാഗം ഉണ്ടാവും, ഒരു വലിയ ഭാഗം ഉണ്ടാവും. അപ്പൊ അത് എത്ര ഡിഗ്രി, എത്ര അളവിലാണ് എന്നറിയലാണ് ഈ ചോദ്യത്തിന്റെ എല്ലാം പ്രത്യേകത. ഓക്കെ, അപ്പൊ ഈ 3/8 എത്ര ഡിഗ്രി വരും, എത്ര കോണ് വരും എന്നാണ് കണ്ടുപിടിക്കുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി ഈ 3/8നെ 360 കൊണ്ട് ഗുണിച്ചാൽ മതി. 360 ഡിഗ്രി. 360ന്റെ 3/8 ഭാഗമാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. 3/8 ഓഫ് 360 ഡിഗ്രിയാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? 3/8 × 360 ഡിഗ്രി. അപ്പൊ ഇതിനെ നമ്മൾക്ക് എങ്ങനെ എഴുതാം? 3 × 360 ഡിവൈഡഡ് ബൈ 8, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുന്നില്ലെങ്കിലും ഗുണിച്ചാൽ മതി. 3നെ 360 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് 1080 കിട്ടും. 1080. അതിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. രണ്ടും ഇരട്ട സംഖ്യയായതുകൊണ്ട് ആദ്യം വേണമെങ്കിൽ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈ 108ന്റെ പകുതി നമുക്ക് എത്ര കിട്ടും? 108ന്റെ പകുതി 54. അപ്പൊ നമുക്ക് 540 കിട്ടും 2 കൊണ്ട് ഹരിച്ചാൽ. താഴെ എത്രയാവും? 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടും 4 കിട്ടും. എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഇത്. അപ്പൊ ഇനി ഇത് വീണ്ടും ഇരട്ട സംഖ്യയാണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 270 ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. അവിടെയും ഞാൻ എന്ത് ചെയ്തു? 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഇനിയും ചെയ്യാം. 270ന്റെ പകുതി എത്രയാ വരിക? 135 ഡിഗ്രി വരും. അപ്പൊ നമ്മൾ ഈ 3/8 × 360 എന്ന് പറയുന്നത് 135 ഡിഗ്രിയാണ് വരിക. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താണ്? ഒരു വൃത്തം നമ്മൾ വരച്ചിട്ടുണ്ട്, അവിടെ വെച്ചിട്ടുണ്ട്. അതിന്റെ സെന്റർ ഉണ്ട്. ആ സെന്ററിൽ നിന്ന് ഇവിടത്തേക്ക് വൃത്തത്തിലേക്ക് ഒരു ആരം, ഒരു റേഡിയസ് നമ്മൾ വരക്കുക. എല്ലാ ചോദ്യത്തിലും വരക്കേണ്ടി വരുവേ. എല്ലാ ചോദ്യത്തിലും വരക്കേണ്ടതാണ് അത്, എല്ലാത്തിനും. ഓക്കെ, എന്നിട്ട് കോമ്പസ് ശ്രദ്ധിക്കണം. കോമ്പസ് ഇങ്ങനെ വെക്കുക. ഏത്? കോമ്പസിന്റെ ഭാഗം, കോമ്പസ് അല്ല, പ്രൊട്രാക്ടർ. ആ പ്രൊട്രാക്ടർ വെച്ചിട്ട് എന്ത് ചെയ്യുക? 3/8 ഇത്ര ഡിഗ്രി, 135 ഡിഗ്രിയാണ്. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ നമ്മുടെ പ്രൊട്രാക്ടർ എവിടെയുണ്ട്? ഓക്കെ, പ്രൊട്രാക്ടർ എടുത്തിട്ട് പ്രൊട്രാക്ടർ വെക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്രൊട്രാക്ടർ ഇങ്ങനെ, ഇത് ഈ പ്രൊട്രാക്ടറിന്റെ സെന്റർ ഇവിടെ കറക്റ്റ് ആക്കിയിട്ട് വെക്കുക. കറക്റ്റ് ആക്കിയിട്ട് വെച്ചിട്ട് എത്രയാണ്? 135 ഡിഗ്രിയാണ്. അപ്പോൾ 90നെക്കാട്ടി മേലെയാണ്. അപ്പോൾ 130 ഇവിടെ ഈ ഭാഗത്ത് 130 ഉണ്ട്, 140 ഉണ്ട്. അപ്പൊ 140ന്റെയും 130ന്റെയും ഇടയിലുള്ള ഭാഗം അവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? സ്കെയിൽ വെച്ചിട്ട് അവ തമ്മിൽ ജോയിൻ ചെയ്ത്, സ്കെയിലിന് പകരം ഞാൻ ഇത് ഉപയോഗിക്കുന്നു കേട്ടോ. ഓക്കെ, ഈ കേന്ദ്രവും ഇപ്പൊ കിട്ടിയ സെന്ററും ആ കിട്ടിയ പോയിന്റും തമ്മിൽ നമ്മൾ യോജിപ്പിക്കുക. വൃത്തത്തിൽ മുട്ടണം, ഇവിടെ മുട്ടുന്നുണ്ട്. അപ്പൊ ഈ ഡിഗ്രിയാണ് എത്ര വരുന്നത്?
135 ഡിഗ്രി. ഇനി ഇതിനെ ഷെയ്ഡ് ചെയ്യുക. ഷെയ്ഡ് ചെയ്യുക പറഞ്ഞാല് ഇതിനെ ഒരു കളർ കൊടുക്കുക, ഈ ഭാഗത്തിന് ഒരു കളർ കൊടുക്കുക, ഇപ്പുറത്തെ ഭാഗത്തിനോ വേറെ എന്തെങ്കിലും ഒരു കളർ കൊടുക്കുക. ഞാൻ കളർ കൊടുക്കാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തിരും, 2 അടയാളങ്ങൾ പെടുത്തി മാത്രമേ ഉള്ളൂ. നിങ്ങൾ കളർ കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ അതിൻ്റെത് കഴിഞ്ഞു. ഇതേപോലെയാണ് 2/5 ചെയ്യേണ്ടത്. 2/5 അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ നമ്മൾ 360 ഡിഗ്രി കൊണ്ട് ഗുണിക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും നോക്കിയാൽ, 2നെ 360 കൊണ്ട് ഗുണിച്ചാല് 720 കിട്ടും. അതിനെ 5 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. 720നെ 5 കൊണ്ട് നമ്മൾക്ക് ഹരിക്കാൻ അറിയാം. അങ്ങനെ നമ്മൾ 720നെ 5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത്, ഇനി ബോക്സ് മെത്തേഡോ ഏത് രീതിയിലായാലും നമ്മൾക്ക് ചെയ്യുന്ന സമയത്ത് ഇതാ ഇവിടെ ഇപ്പം 5 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 100 കിട്ടും. അപ്പൊ നമുക്ക് 500 എന്ന് എഴുതാം. ബാക്കി നമുക്ക് 220 കിട്ടും. ആ 220 കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 5ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് 40 എന്ന് എഴുതിയാല് നമുക്ക് 200 കിട്ടും. 45 200. ബാക്കി നമുക്ക് 20 കിട്ടും. 20ല് ഈ 5 എത്ര കിട്ടും, 4 തവണ കിട്ടും. അപ്പൊ 4 5 20, ബാക്കി 0 കറക്റ്റ് ആയിട്ട് വരും. അപ്പൊ ഇതെല്ലാം കൂട്ടി നോക്കുക. 100ഉം 40ഉം 4ഉം 144. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടും 144 ഡിഗ്രി എന്ന് പറയുന്നത് കിട്ടും. 144 ഡിഗ്രി. ഇനി വേറൊരു തരത്തിലും ഇത് ചെയ്യാം. അതെന്താന്ന് വിചാരിച്ചാല് 720/5 ആണ് ഉള്ളത്. ഈ 5നെ 2 കൊണ്ട് ഗുണിക്കുക, മേലിൻ 2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും, 1440 കിട്ടും. മുകളില് താഴെ 10ഉം കിട്ടും. അപ്പൊ 10 കിട്ടിയാലോ ഈ 0 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ ബാക്കി എത്ര കിട്ടും, 144 അപ്പോഴായാലും കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഏത് രീതിയാണോ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നത് ആ രീതി ഉപയോഗിച്ച് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുക, ഡിഗ്രി കണ്ടുപിടിക്കുക. അതായത് ഒരു കോണിന്റെ അളവ് കണ്ടുപിടിക്കുക. ആ ഭാഗം ഗുണിക്കണം എന്ത്, 360 ഡിഗ്രി വെച്ചിട്ട്. ഓക്കെ, അപ്പൊ അത് എങ്ങനെയായാലും ആ ഡിഗ്രി കണ്ടുപിടിക്കുക. ഡിഗ്രി കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ വരച്ചു വെച്ചിട്ടുള്ള വൃത്തത്തില് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്കെയില് വെച്ചിട്ട് ഇത് തമ്മിൽ യോജിപ്പിച്ചു. 144 ഡിഗ്രിയാ വേണ്ടത്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ പ്രൊട്രാക്ടർ വെക്കുക. പ്രൊട്രാക്ടർ വെച്ചിട്ട് 144 എങ്ങനെയാണ് 144 അതിന്റെ വരയുടെ മേലെ ലൈൻ വെച്ച് 144 എന്ന് പറയുമ്പോൾ ഇവിടെ 140 ഉണ്ട്. 140നും 150നും ഇടയിൽ ചെറിയ 4 കൂടെ എണ്ണുക. അപ്പോൾ 145ന്റെ തൊട്ടിപ്പുറം, ആ ചെറിയ ഒന്നിന്റെ തൊട്ടിപ്പുറം എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് രണ്ടും കൂടെ നമ്മൾ സെന്ററിലേക്ക് വെച്ചിട്ട് യോജിപ്പിക്കുക. സ്കെയിൽ വെച്ചിട്ട് യോജിപ്പിക്കണം കേട്ടോ. അപ്പൊ ഇത് നമുക്ക് കിട്ടും 144 ഡിഗ്രി. ഇത് 135, ഇത് 144. അതേപോലെ 4/9 നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. എല്ലാത്തിൻ്റെയും ഡിഗ്രി എത്രയാണ് എടുക്കേണ്ടത് എന്ന് ഞാൻ ഇവിടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 4/9 ഇനി നമുക്ക് ചെയ്യേണ്ടത്. ആ 4/9 ചെയ്യുമ്പോൾ 4/9 എത്ര കൊണ്ട് ഗുണിക്കണം, 360. എല്ലാത്തിനെയും 360. അപ്പൊ ഇതിനൊരു ഫോർമുല നമുക്ക് എഴുതാം. പാർട്ട് ആണ് തന്നത് എങ്കിൽ പാർട്ട് ഇൻറ്റു 360 ഡിഗ്രി ആണ് എന്ത്, ആംഗിള്, കോണായിട്ട് കിട്ടുക എന്ന് ഓർമ്മിക്കണം. അതായത് മലയാളത്തിലാണ് പറയുന്നതെങ്കിൽ തന്നിട്ടുള്ള ഭാഗത്തിന് 360 ഡിഗ്രി കൊണ്ട് ചെയ്താല് നമുക്ക് എന്ത് കിട്ടും, കോണളവ് കിട്ടും. കോൺ കിട്ടും. കോൺ അളവ് എത്രയാണോ നമ്മൾ വരയ്ക്കേണ്ടത്, പ്രൊട്രാക്ടർ വെച്ച് വരയ്ക്കേണ്ടത്, അത് നമുക്ക് കിട്ടും. ഇതൊന്ന് കൃത്യം കുട്ടികൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ 4/9 ഇൻറ്റു 360 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇതാ നോക്കിക്കോളൂ, 4 ഇൻറ്റു 360/9. അപ്പൊ 4 ഇൻറ്റു 360/9. അപ്പൊ ഈ 360നെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, 4 ഇൻറ്റു 40 ഇൻറ്റു 9 എന്ന് എഴുതാം. 9 4 36 ആണ്. 40 ഇൻറ്റു 9 പല രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് ഏത് രീതിയാണോ നിങ്ങൾക്ക് എളുപ്പം ആ രീതി ഉപയോഗിക്കുക. /9 ഇവിടെയുണ്ട്. അപ്പൊ ഈ 9ഉം ഈ 9ഉം കട്ട് ചെയ്യുക. 4നെ 40 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 160 ഡിഗ്രി കിട്ടും. അപ്പൊ 160 ഡിഗ്രി കിട്ടിയാൽ എന്ത് ചെയ്യുക,
ഇവിടെ സെന്റർ, വൃത്തത്തിന് സെന്റർ ഉണ്ടാവും. ഇത് യോജിപ്പിക്കുക. പ്രൊട്രാക്ടർ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ നമ്മൾ പ്രൊട്രാക്ടർ വെക്കും. പ്രൊട്രാക്ടർ വെച്ചിട്ട് 160 ഡിഗ്രി. അപ്പൊ ഇവിടെ 160 കാണും. ആ 160 കണക്കായിട്ടുള്ള അളവ് എടുക്കുക. എന്നിട്ട് സെന്ററുമായിട്ട് യോജിപ്പിക്കുക. അപ്പൊ ഇത് എത്രയായിരിക്കും? 160 ഡിഗ്രി ആയിരിക്കും. ഈ 160 ഡിഗ്രി ഇതേമാതിരി ചുരുക്കാൻ അറിയാത്ത കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യുക? 4നെ 360 കൊണ്ട് ഗുണിക്കുക. ശ്രദ്ധിക്കണം, 4നെ 4/9 ഇൻറ്റു 360 കാണാൻ പറഞ്ഞാല് 4നെ 360 കൊണ്ട് ഗുണിച്ചിട്ട് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ 144 ഗുണിച്ചാൽ കിട്ടുന്നതാണ്, ഡിവൈഡഡ് ബൈ 9 കിട്ടും. അപ്പൊ ഇതിനെ നമുക്ക് ചുരുക്കിയിട്ട് എടുക്കാം. അപ്പൊ 100 കൊണ്ട് നമ്മൾ സാധാരണ ഡിവൈഡ് ചെയ്യില്ലേ, ആ ഡിവൈഡ് ചെയ്യുന്ന മാതിരി 1440 നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ എന്തെഴുതും? 9 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക. 9 ആകുമ്പം ഇവിടെ 100 എഴുതുക. അപ്പൊ നമുക്ക് 900 കിട്ടും. പിന്നെ നമുക്ക് എത്ര കിട്ടും? ചുരുക്കിയാൽ നമുക്ക് 540 കിട്ടും. 540 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 60 എന്ന് എഴുതാം. 9 60 540 കറക്റ്റായി പോയി. അപ്പൊ 100ഉം 60ഉം കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 160. നേരത്തെ കിട്ടിയത് എത്രയാണ്? 160. ഇങ്ങനെ എഴുതാൻ അറിയില്ലെങ്കിൽ ഇതേമാതിരി ഹരിച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, 2 രീതിയും ഞാൻ അവിടെ പറഞ്ഞു തരുന്നുണ്ട്. കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കുക. അത് ഉപയോഗിച്ച് വരച്ചാൽ. അടുത്ത ക്വസ്റ്റ്യൻ 5/12 ആണ്. 5/12 നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെയും 360 കൊണ്ട് ഡിഗ്രി കൊണ്ട് ഗുണിക്കുക. അപ്പൊ നമുക്ക് കിട്ടും 5 × 360 5 × 360 ഡിവൈഡഡ് ബൈ 12. ഈ 36നെ നമുക്ക് എങ്ങനെ എഴുതാം? 5 × 36നെ 3 ഗുണിക്കണം 12 എന്ന് എഴുതാം. അപ്പൊ 3 ഗുണിക്കണം 120 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 12. ഈ 120ല് 12 എത്ര തവണ പോയി? 10 തവണ. കാരണം എന്താ? 120 എന്ന് പറഞ്ഞാൽ അർത്ഥം 10 × 12 എന്നാണ്. 10 × 12 ആണ്. അപ്പൊ എന്ത് കിട്ടും? 12ഉം 12ഉം കട്ട് ചെയ്താല് നമുക്ക് 10 കിട്ടും. 5 3 15 10 150 ഡിഗ്രി എന്ന് കിട്ടും. 150 ഡിഗ്രി നമുക്ക് ഇതില് വൃത്തത്തിന്റെ സെന്റർ ഉണ്ട്. ഇങ്ങനെ വരയ്ക്കുക. പ്രൊട്രാക്ടർ ഇതേമാതിരി വെച്ചിട്ട് 150 കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ നമുക്കൊരു 150 എന്ന് പറയുന്ന ഒരു അളവ് കിട്ടും. അപ്പൊ ഇത് 150 ഡിഗ്രി ആയിരിക്കും. പിന്നെ നമുക്ക് ഇനി ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക കുട്ടികള്? 5നെ 360 കൊണ്ട് ഗുണിക്കുക. 5നെ 360 കൊണ്ട് ഗുണിച്ചിട്ട് 12 കൊണ്ട് ഹരിക്കുക. അപ്പൊ നമുക്ക് 1800നെ 12 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോഴും നമുക്ക് 150 എന്നുള്ള ആൻസർ കിട്ടും. അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ 5/24 ആണ്. അതിന് എന്ത് ചെയ്യാം? 360 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടും 5 × 360 ഡിവൈഡഡ് ബൈ 24. ഈ മേലത്തെ നമുക്ക് എങ്ങനെ എഴുതാം? 5 × 36 360നെ 36 × 10 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 24. 36നെ നമുക്ക് എങ്ങനെ ചുരുക്കി എഴുതാം? 5 = 5 × 3 × 12 × 10. 3 × 12 36 ആണ്. ബൈ 24നെ 2 × 12. അപ്പൊ നമുക്ക് നോക്കിക്കോ, 12ഉം 12ഉം നമുക്ക് ഇവിടെ കട്ട് ചെയ്തു. അപ്പൊ നമുക്ക് നോക്കിയാൽ ഈ 2നെ നമുക്ക് 10ൽ കട്ട് ചെയ്യാം. 10ൽ എത്ര 2 ഉണ്ട്? 5 2 ഉണ്ടാവും. അപ്പൊ എന്താ ബാക്കി വരിക? ബാക്കി വരുന്നത് 5 ഇവിടെയുള്ളത്, പിന്നെ ഒരു 3 ഉണ്ട്, പിന്നെ നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു 5 ഉണ്ട്. 5 ഉണ്ട്, 3 ഉണ്ട്, പിന്നെ കിട്ടുന്ന ഒരു 5. ഇത് 3ഉം കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ 5 13 5 3 15 5 75 ഡിഗ്രി. അപ്പോൾ 75 ഡിഗ്രി വരച്ചാല് നമുക്ക് എന്തായി? ഈ ചിത്രവും നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ കഴിയും. അപ്പൊ എന്ത് ചെയ്യുക? കേന്ദ്രം ഇവിടെയുണ്ട്, സെന്റർ. അതിനെ വൃത്തത്തിലേക്ക് നീട്ടി വരക്കുക, സ്കെയിൽ വെച്ച് വരക്കുക. എന്നിട്ട് പ്രൊട്രാക്ടർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രൊട്രാക്ടർ എടുത്തിട്ട് നമുക്ക് സെന്ററിൽ പ്രൊട്രാക്ടർ 75 ആണ് ഇത്. അപ്പൊ ശ്രദ്ധിക്കണം, 75 എന്ന് പറഞ്ഞാൽ 90നെക്കാട്ടി ചെറുതാണ്. അപ്പൊ ഇവിടെ 70 കാണാം, ഇവിടെ 80 കാണാം. നോക്കിയേ, ഇവിടെ 70, ഇവിടെ 80. അപ്പൊ അതിനിടയിലുള്ള ഒരു പോയിന്റ്, 70ന്റെ 80ന്റെ ഇടയിൽ ചെറിയൊരു പോയിന്റ് ഉണ്ട്. അപ്പൊ അവിടെ വെച്ചിട്ട് സ്കെയിൽ വെച്ചിട്ട് ഇതിങ്ങനെ നീട്ടി വരക്കുക. അപ്പൊ ഈ ഭാഗം എത്ര? 75 ഡിഗ്രി.
ഇതിന് ഒരു കളർ കൊടുക്കുക, ഇപ്പുറത്തെ ഭാഗത്തിന് വേറെ ഒരു കളർ കൊടുക്കുക. അപ്പൊ എന്തായി? ഈ പറഞ്ഞിരിക്കുന്ന ഷെയ്ഡ് ചെയ്ത ഭാഗമായി. കുട്ടികൾക്ക് ഇവിടെ പ്രയാസം വരിക അത് ചുരുക്കുമ്പോഴായിരിക്കും. അതിനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഏതിനാ? ഈ നമ്പറിനാ ചുരുക്കി കൊണ്ടുവന്നിട്ട് എണ്ണൽ സംഖ്യയിലേക്ക് എത്തിക്കണ്ടേ? ഭിന്നസംഖ്യനെ എണ്ണൽ സംഖ്യയിലേക്ക്, ഫ്രാക്ഷനെ നമ്മളൊക്കെ ഏതിലേക്ക് എത്തിക്കണം? ഇൻഡിജേഴ്സിലേക്ക്, നാച്ചുറൽ നമ്പറിലേക്ക് എത്തിക്കണം. അവിടെ ആയിരിക്കും കുട്ടികൾക്ക് പലപ്പോഴും ചെറിയൊരു പ്രശ്നം ഉണ്ടാവുക. അപ്പൊ അതൊന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഇതേമാതിരി ഒരു ഭാഗം തന്നാൽ അതിന്റെ ചിത്രം വരക്കേണ്ട ഭാഗം നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ.